നമ്മുടെ സങ്കടങ്ങൾ തീർക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമോ? അവിടുത്തെ റൗളയിൽ നിന്ന് പുണ്യനബി എഴുന്നേറ്റ് വന്നത് എന്തിനാണ്? ആരെ ആശ്വസിപ്പിക്കാനാണ്? നമുക്ക് ഈ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുത സ്വലാത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആഖിറത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് ഹൗദുൽ കൗസർ മുത്തുനബിയിൽ നിന്ന് കുടിക്കാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ? അങ്ങനെ ആഗ്രഹമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആഗ്രഹമില്ല, നിങ്ങൾ കാണണ്ട. മുത്തുനബിയിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, അവർക്കായി ഒരു അത്ഭുത സ്വലാത്ത് മഹാനായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. അത് പതിവാക്കുന്നവർക്ക് അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ പറ്റും. അതെങ്ങനെ ചൊല്ലണം നമുക്ക് പഠിക്കണം. മുത്തുനബിയുടെ സഹായം നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയുമെന്ന് പഠിക്കണം. അള്ളാഹു ഇതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഇൽമിൻ്റെ പ്രചരണം എന്ന നിലക്ക് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പടച്ച റബ്ബ് അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചയുടെ പകലിലാണ് നമ്മളുള്ളത്. എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട ഏറ്റവും മനോഹരമായ ദിവസം അല്ലേ? ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നേരിട്ട്, മലക്കുകളൊന്നും വേണ്ട, നേരിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരമൊരു സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബി തങ്ങൾ വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടും. നമ്മുടെ കാര്യത്തിൽ മുത്തുനബി ഇടപെടണ്ടേ? മുത്തുനബി ഇടപെട്ട് എത്ര കേസുകളാണ് തീർന്നിട്ടുള്ളത്. സ്വർഗത്തിലേക്കൊരു മനുഷ്യൻ പോകുമ്പോൾ അയാൾക്ക് മുത്തുനബിയുടെ സപ്പോർട്ട് കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഇനി ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിലേക്ക് പോകുന്ന ചില ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് അള്ളാഹിനോട് ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ കിടക്കുകയാണ്. മുത്തുനബി ഇടപെട്ടാൽ ജീവിതം അടിപൊളിയാവും. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഇബ്നു കസീർ പറഞ്ഞാൽ പിന്നെ ആർക്കും കുഴപ്പമില്ല, പുത്തനവാദികൾ അംഗീകരിക്കുന്ന ആളാണ്. ഏതായാലും ഇബ്നു കസീറിൻ്റെ അൽ ബിദായ വന്നിഹായയിൽ കാണാം ഒരു മനോഹരമായ സംഭവം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ആരാണ്? ഇസ്ലാമിലെ 3ാമത്തെ ഖലീഫയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ മുത്തുനബിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത പുണ്യനബിയുടെ മരുമകനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ശത്രുക്കൾ തടവിലാക്കുന്നൊരു ഘട്ടമുണ്ട്. ആ കാര്യങ്ങളൊക്കെ മഹാനവറുകളുടെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ശത്രുക്കൾ അദ്ദേഹത്തെ തടവിലാക്കി. അന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പുകാരനാണ്. അതായത് പിറ്റേന്ന് ഷഹീദാകുന്നുണ്ട്. അപ്പോൾ ഷഹീദാകുന്നതിൻ്റെ തലേ ദിവസത്തെ കഥ ഈ പറയണേ. അന്ന് നോമ്പുകാരനാണ്. നോമ്പ് തുറക്കാൻ നേരത്ത് മഹാനവറുകൾ നോമ്പ് തുറക്കാനായിട്ട് വെള്ളം വേണ്ടേ? വേറൊന്നുമില്ല അവിടെ. വെള്ളം ചോദിച്ചു ശത്രുക്കളോട്. അവർ കൊടുത്തില്ല. ക്രൂരന്മാരായ മനുഷ്യർ കൊടുത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അത് കൊടുത്തില്ല. മഹാനവറുകൾ കുറേ തവണ ചോദിച്ചു, വെള്ളം കൊടുത്തില്ല. ഈ വിവരമൊക്കെ അറിഞ്ഞ് ഭാര്യയായ നായില ബീവി എവിടെ നിന്നൊക്കെയോ വെള്ളം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇടയത്താഴത്തിൻ്റെ സമയമായിട്ടുണ്ട്. അതായത് ഇടയത്താഴ സമയം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ സുബഹിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ നോമ്പ് കഴിഞ്ഞ് അടുത്ത നോമ്പിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്താ പറയണേ? മോളെ, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് തരല്ലേ? അപ്പോൾ നായില ബീവി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അതിന് ഇന്നലെ നിങ്ങൾ നോമ്പ് തുറന്നില്ലല്ലോ. നോമ്പ് തുറക്കാതെ അടുത്ത ദിവസം നോമ്പ് പിടിക്കൽ നമുക്ക് നിഷിദ്ധമാണ്, ഇല്ലേ? നമുക്ക് പിടിക്കാൻ പാടില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഒരു ദിവസത്തെ നോമ്പ് തുറക്കാതെ അടുത്ത ദിവസത്തെ നോമ്പ് നമുക്ക് പിടിക്കാൻ പാടില്ല. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അപ്പോൾ നായില ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ നോമ്പ് തുറന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പോൾ നോമ്പ് പിടിക്കണേ? ഈ വെള്ളം കുടിക്കുന്നേ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നത്തിലല്ല. വഫാത്തായ നബിതങ്ങൾ നേരിട്ട് നബിതങ്ങൾ യഖലത്തിലും മനാമിലും ഒക്കെ വരും.
അതിലുള്ള കൽബുണ്ടാകണം, അത് കാണാനുള്ള കണ്ണുണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ നബി തങ്ങൾ എൻ്റെ അടുത്ത് വന്നു, കയ്യിലൊരു ബക്കറ്റ് ഉണ്ട്, അതിൽ വെള്ളമുണ്ട്, എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാൻ അല്പം കുടിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, വയറ് നിറച്ച് കുടിക്കൂ ഉസ്മാൻ. ഞാൻ എൻ്റെ ദാഹം തീരുന്നത് വരെ വെള്ളം കുടിച്ചു. എൻ്റെ മുത്തുനബി തങ്ങൾ എനിക്ക് തന്ന വെള്ളം ഞാൻ കുടിച്ചു. എന്നിട്ട് ഹബീബ് എന്നോട് പറയുന്നുണ്ട്, നാളെ ശത്രുക്കളുമായി പ്രശ്നം ഉണ്ടാകും, ഷഹീദാകും, നാളെ എന്നോടൊപ്പം നോമ്പ് തുറക്കാൻ കഴിയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്നാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ, മുത്ത് നബിയെ മുഹബ്ബത്ത് വെച്ചാൽ, മുത്ത് നബിയെ നെഞ്ചിലേറ്റിയാൽ അവിടുത്തെ സഹായം ഉറപ്പാണ്. എത്രയെത്ര മഹാരഥന്മാർക്ക് മുത്തുനബിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഉസ്താദാണ്. കടം, ഭയങ്കര കടാണ്. ഓടി റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക് ചെല്ലാണ്, നബി എനിക്ക് കടാണ്, എനിക്ക് കടമാണ് നബി, എൻ്റെ കടം വീട്ടിൽ തരണേ. നബിയാണ് കടം വീട്ടിൽ നിന്ന് റസൂലുള്ള അവിടെ നോട്ടടിക്കുന്ന പ്രസ് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അവർക്കറിയാം മുത്തുനബി അള്ളാഹുവിൽ നിന്നത് വാങ്ങിത്തരും, ഉറപ്പാണ്. കാരണം അള്ളാഹിൻ്റെ ഹബീബാണത്. ആ മുത്തുനബിയോട് സങ്കടം പറയാണ്, ദ്വാരക്കല്ല, ദുആ അള്ളാഹിനോട് മാത്രമാണ്. ചില പുത്തൻവാദികൾ ഇതിനെയൊക്കെ ദുആയാക്കി മാറ്റി. മനുഷ്യരെ, അത് മുത്തുനബിയോട് സങ്കടം പറയുന്നതാണ്. മുത്തുനബിയോട് സങ്കടം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, സ്നേഹമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ഭാര്യ ഭർത്താവിനോട് പറയണം, എനിക്ക് എൻ്റെ വാപ്പിച്ചിക്ക് ഒരുപാട് കടമുണ്ട്. എടോ, അത് ദുആയാണോ? മുത്തുനബിയുടെ അടുക്കൽ ചെന്നിട്ട് പറയും, നബിയെ എനിക്ക് ഒരുപാട് കടമുണ്ട് നബിയെ. വഫാത്തായിപ്പോയാലും അവിടെ നിന്ന് കബറിൽ കിടന്ന് കാണുന്നുണ്ട് എന്നുള്ളത് മുസ്ലിമിൻ്റെ വിശ്വാസമല്ലേ? മഹാനവറുകളിങ്ങനെ വിശ്രമിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ നേരത്തെ ഒരാൾ വന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ആ നാട്ടിലെ പ്രഗത്ഭനായ നബി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ എൻ്റെ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു, എൻ്റെ വല്ലുപ്പാനെ കണ്ടു, നിങ്ങളുടെ കടം തീർക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൈസയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ. ഈ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവുണ്ടല്ലോ. അപ്പം അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മഹബ്ബത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളിലൊക്കെ മുത്തുനബി ഇടപെടും. അതിനൊരു സ്ഥാനം വേണം. വിശുദ്ധ ഖുർആനിലൊരു ആയത്തില്ലേ, വമൻ ദഖലഹു കാന ആമിന. അന്ന് മക്ക വിജയവേളയിൽ ശത്രുക്കളൊക്കെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞെന്താ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു, അവർ സുരക്ഷിതരാണ്. കഅബാലയത്തിൻ്റെ അകത്തോ വീട്ടിലൊക്കെ കയറി രക്ഷപ്പെടുന്നവർ ഓക്കെ, അവരൊന്നും തൊടൂല, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവരൊക്കെ വേഗം സേഫ് സോണിൽ ഒളിച്ചോ. ഈ ആയത്തിന് മഹാനായ ഇബ്നു അജീബ് റഹിമഹുല്ല തഫ്സീർ പറയുന്നുണ്ട്, ഇതിൻ്റെ ആശയം മഹാന്മാരുടെ കൽബിൽ കയറി പറ്റിയാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ്. വമൻ ദഖലഹു കാന ആമിന. മുത്തുനബിയുടെ കൽബിലൊന്ന് കയറി പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ വെള്ളിയാഴ്ച ദിവസേ എങ്ങനെ കയറി പറ്റാൻ പറ്റും? മുത്തുനബി തങ്ങളുടെ കൽബിൽ എങ്ങനെ കയറി പറ്റാൻ പറ്റും? വെള്ളിയാഴ്ച രാവും പകലും ഹബീബായ തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ ഇങ്ങനെ നേരിട്ട് കാണുന്ന, നേരിട്ട് വീക്ഷിക്കുന്ന നിമിഷങ്ങൾ. ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങൾ നമ്മളിലേക്കൊന്ന് നോക്കും. മുടങ്ങാതെ ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ കൽബിൽ നമ്മളോടൊരു ഇഷ്ടം തോന്നൂലേ? അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഈ ദുനിയാവിലെ പ്രയാസങ്ങളെക്കാൾ ഉപരി ആഖിറത്തിലെ പ്രയാസമാണ്. ആഖിറത്തിൽ എത്ര വലിയ പ്രതിസന്ധികളാണ് നമ്മളെ കാത്തിരിക്കണതില്ലേ? ദാഹിച്ചു വലഞ്ഞ് 50,000 വർഷം അവിടെ നിൽക്കണം എന്നീ പറയണേ. 50,000 കൊല്ലം അവിടെ നിന്ന് ദാഹിച്ചു വലഞ്ഞ് നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാരല്ലേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. അങ്ങേക്ക് അല്ലാഹു ഹൗദുൽ കൗസർ തന്നില്ലയോ നബിയേ? അതിൻ്റെ നീളത്രയാണ്, 1 മാസത്തെ വഴി ദൂരാണെന്നാണ്. പാലിനേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ മനോഹരമായ മുത്തുനബിയുടെ ഹൗദിൽ നിന്നുള്ള പാനീയം, അത് പുത്തൻവാദികളെ ആ ഹൗദിൻ്റെ കരയിൽ നിന്ന് ആട്ടിയോടിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നവർക്കേ അത് കിട്ടുള്ളൂ. മഹാനായ ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അറാദ അൻ യശ്രിബ ബിൽ കഅസിൽ ലൗഫ മിൻ ഹൗദിൽ മുസ്തഫ. ഹബീബായ തങ്ങളുടെ ഹൗദിൽ നിന്ന് പരിപൂർണമായൊരു കോപ്പ നിറയെ ഹൗദുൽ കൗസർ കുടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യക്കുൽ, അവൻ പറയട്ടെ. എന്തു പറയണം? ഈ സ്വലാത്ത് ചൊല്ലണം. ഏതാണ് ആ സ്വലാത്ത്? ഇത് പതിവായി ചൊല്ലിക്കോ. 1 തവണയെങ്കിലും ഡെയിലി നിങ്ങളിതിങ്ങനെ പതിവായി ചൊല്ലിയാൽ മുത്ത് നബിയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് ഇത് കുടിക്കാമെന്നാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. എവിടെയൊക്കെ സ്വല്ലി അലാ മുഹമ്മദ് എന്നുണ്ടെങ്കിൽ നമ്മൾ സയ്യിദിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഔലാദിഹി വഅസ്വാജിഹി വദുർരിയതിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാരിഹി വഅൻസാരിഹി വഅശ്യാഇഹി വമുഹിബ്ബിഹി വഉമ്മതിഹി
وعلينا معهم أجمعين يا أرحم الراحمين. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ലഭിക്കാൻ കാരണമാകുമെന്നാണ്. ഒരുപാട് കിതാബുകളിൽ ഈ സ്വലാത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖാളി ഇയാദിൻ്റെ കിതാബ് ഷിഫയിലടക്കം അങ്ങനെ ഒരുപാട് മഹാരഥന്മാരുടെ കിതാബുകളിൽ ഈ സുന്ദരമായ സ്വലാത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ഊത്തൂതുന്ന ഏത് മലക്കാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ഊത്ത് ഏത് മലക്കാണ്? അതേ മലക്ക് തന്നെ. ആരാണത്? സയ്യിദുന ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. സിമ്പിൾ ചോദ്യമായിപ്പോയി അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അവരൊക്കെ മദദ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരുന്ന് സ്വർഗത്തിൽ മുത്തുനബിയെ കാണോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട്, സ്വർഗത്തിൽ പോയാലേ മുത്തുനബിയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് പനി ബാധിച്ചൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ പേരെന്താണ്? ചോദ്യം മനസ്സിലായോ? ഈ ദുനിയാവിലൊരു മനുഷ്യന് പനി വരികയാണ്. എന്തിനാ പനി വരാനുള്ള കാരണം എന്താ? നാളെ ഞാൻ മരിച്ച് സ്വർഗത്തിൽ പോയാൽ തന്നെ മുത്തുനബിയെ കാണാൻ പറ്റുമോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ട് ശരീരം ക്ഷീണിച്ച് പനി ബാധിച്ചു പോയൊരു സ്വഹാബിയുണ്ട് എന്നാണ്. യാ അല്ലാഹ്, ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ ഹബീബിൻ്റെ ആശിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് മുത്തുനബിയുടെ അല്പം രണ്ടുപേരും മദ്ഹ്. ഇന്നലെ മിനിയാന്നൊക്കെ ഇത്തിരി രാത്രിയിൽ പ്രോഗ്രാമുകളുള്ളതുകൊണ്ട് ശബ്ദമൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അല്പം ചില മദ്ഹുകൾ നമുക്ക് ചൊല്ലാം. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദ്രിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടുന്നിവർ ആശയായി. ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ
കറുത്തുപോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈവേടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തനബിയോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. بالعالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സ്വബാഹുൽ ഖൈർ എന്ന മജ്ലിസിലൂടെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഈ മഹനീയ സദസ്സിലിരുന്ന് നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. എത്രയെത്ര അസുഖബാധിതരാണ് ഞങ്ങൾക്കിടയിലുള്ളത് അല്ലാഹ്. മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പടച്ചവനെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പേരുകൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അത്തരം അസുഖങ്ങളെയെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. മാറാരോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. മനോവിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, നീ അകറ്റണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ കമന്റ് ബോക്സ് മുഴുവൻ ദുആ വസിയ്യത്താണ്. എല്ലാം അറിയുന്ന തമ്പുരാനെ, നീ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, യാ റബ്ബനാ അവരെ നീ ചേർത്തു പിടിക്കണേ അല്ലാഹ്. ഇതിൽ പറഞ്ഞ കാര്യം മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പ്രതിഫലം കൂടെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അതിലൂടെ ഞങ്ങളെ നീ ചേർത്തു പിടിക്കണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഇണകളെയും സന്താനങ്ങളെയും നന്നാക്കണേ അല്ലാഹ്. ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. പ്രതിസന്ധികളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. നിസ്കാരമുള്ള ഇണകളും സന്താനങ്ങളുമാക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. പ്രവാസികൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ലൈസൻസിന് അപ്ലൈ ചെയ്തവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നീ നൽകണേ അല്ലാഹ്. മക്കളില്ല എന്ന സങ്കടം പറഞ്ഞവർ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഇണകളെ ലഭിക്കാത്തവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ തുടങ്ങി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ, ഞങ്ങൾ മനസ്സിൽ കരുതുന്നവർ എല്ലാവർക്കും
മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ, കണ്ണെത്താ ദൂരത്തോളം കാവലേകണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, പ്രായം ചെന്നവർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.